ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 826 ദിവസം. ഇന്ന് മാർച്ച് മാസം 25 ശുദ്ധമുള്ള വചനിപ്പ് പെരുന്നാൾ. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് 1 37 തിരുവചനം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരു അമ്മയുടെയും മകൻ്റെയും വാർത്ത പത്രത്തിലൂടെ വായിച്ചു. രണ്ടുപേരും മരിക്കുവാനായിട്ട് തീരുമാനിച്ചു. രണ്ടുപേരും ഗുളികകളൊക്കെ കഴിച്ചു. മകൻ അമ്മയുടെ കഴുത്തിൽ ഷാൾ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ പരിശ്രമിച്ചു. അമ്മ മരിച്ചു എന്ന് കരുതി അവൻ പോയി ആത്മഹത്യ ചെയ്തു. അമ്മ മരിച്ചതുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗവുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരു അത്ഭുതവും നടക്കുവാനില്ല എന്ന് അവർ ചിന്തിച്ചതാകാം ഇങ്ങനെയൊരു സാഹസത്തിലേക്ക് അവരെ നയിച്ചത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അതിരുകളില്ല. മനുഷ്യന് അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധ്യമാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. അബ്രഹാമിനും സാറായ്ക്കും അവരുടെ വൃദ്ധപ്രായത്തിൽ ഒരു മകനുണ്ടാകും എന്നുള്ളത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ അവർക്ക് ഇസഹാക്കിനെ ലഭിച്ചു. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ സൈന്യവും. ഇസ്രായേൽ പെട്ടുപോയി. എന്നാൽ കടൽ രണ്ടായി പിളർത്തി അവരെ രക്ഷിച്ച് ശത്രുക്കളെ സംഹരിച്ച് അവരെ വിടുവിക്കുമെന്ന് ആർക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, മറിയാമിൻ്റെ ഗർഭധാരണവും യേശുക്രിസ്തുവിൻ്റെ ജനനവുമൊക്കെ ഇതുപോലെ അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, അസാധ്യമെന്ന് കരുതി നിരാശയിലാണ് നീ കഴിയുന്നത് എങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുക. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ അവിടുന്ന് സാധ്യമാക്കി തരണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.